നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണല്ലേ ബ്രെഡ്. അപ്പോൾ ആ ബ്രെഡ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ കുറച്ച് ഷുഗർ സിറപ്പ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷുഗർ സിറപ്പ് റെഡിയാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം അതെല്ലാവർക്കും അറിയുന്നതല്ലേ. 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും കൂടെ പിന്നെ 2 ഏലക്ക ഇട്ടിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചിട്ട് എടുത്താൽ മതി. അതിപ്പോൾ ഇവിടെ റെഡിയായി. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഇതൊരു അത്യാവശ്യം വലിപ്പമുള്ള ബ്രെഡാണ്. ഇനിയിപ്പോൾ വലിപ്പമില്ലാത്ത ബ്രെഡാണെങ്കിലും ഒരു കുഴപ്പമില്ല. അതിനെ ഞാൻ ഒരു ബ്രെഡിനെ 4 പീസ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് നെയ്യാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ പീസസ് ഇല്ലേ, അതൊക്കെ നമുക്ക് ഈ ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ടോസ്റ്റ് ചെയ്യായിരിക്കും കേട്ടോ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഒരുപാട് അങ്ങ് ടോസ്റ്റ് ആവേണ്ട, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലൊരു ക്രിസ്പി ആവുന്ന രീതിയിൽ, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ ഒന്ന് 2 സൈഡും മൊരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, നമ്മളുടെ ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാകും. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഇതിനെ ഫ്രൈ പാനിൽ എടുത്തിട്ട് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതിനെ നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സ്വീറ്റ് ഇപ്പോൾ തന്നെ റെഡിയാക്കിയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇത് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, തേങ്ങാപ്പൊടി എന്നൊക്കെ പറയില്ലേ, അത് തന്നെ നമ്മൾ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ റെഡിയാക്കിയ ഷുഗർ സിറപ്പ് കേട്ടോ. അപ്പോൾ ഈ ബ്രെഡിൻ്റെ പീസസിന് ഓരോ പീസ് വീതം എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ റെഡിയാക്കിയ ഷുഗർ സിറപ്പില്ലേ, അതിൽ ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മളിപ്പോൾ ഇവിടെ ഉള്ള ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടില്ലേ, അതിലൊന്ന് ജസ്റ്റ് കോട്ട് ചെയ്തിട്ട് എടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ 2 സൈഡും ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്കിപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അതേപോലെ തന്നെ പെട്ടെന്ന് ആരെങ്കിലും ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ലേ. നമ്മൾ സാധാരണ ബ്രെഡ് പൊരിക്കുന്നതിനേക്കാളൊക്കെ കുറച്ച് വെറൈറ്റി ആയിരിക്കും ഇത് കഴിക്കാനും. അതേപോലെ തന്നെ കാണാനും കുറച്ചൊരു വെറൈറ്റി ലുക്കായിരിക്കും. പിന്നെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം ഈ ബ്രെഡ് അത്യാവശ്യം മൊരിഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ ഈ ഷുഗർ സിറപ്പ് കുറച്ചൊന്ന് കുടിക്കുകയും ചെയ്യും. അപ്പോൾ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും. പിന്നെ പുറമേ ഉള്ള ഈ ആ ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ അല്ലേ, അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടി ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ എന്നാൽ നല്ല സിമ്പിളല്ലേ, കുട്ടികൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ള ഫീഡ്ബാക്സൊക്കെ നമ്മളെ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്ത് തരികയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.